സാറേ, വഴിതെറ്റി വന്നതാണോ? ഇയാളെന്നോ മഹിസാറെന്നോ അല്ലെങ്കിൽ മാഷെന്നൊക്കെ ആയിരുന്നു ഇതിനു മുമ്പ് എന്നെ വിളിച്ചിരുന്നത്. അതെല്ലാം കഴിഞ്ഞ കഥയല്ലേ സാറേ, വേറൊരു കെട്ടുകഥ. അധികാരവും പണവും ഉള്ളവര് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത് തരം താഴ്ന്നൊരു കഥ. ആ കപട നാടകത്തിന്റെ തിരശ്ശീല വീണ് കഴിഞ്ഞില്ലേ? ഇപ്പൊ നിൽക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെ ലോകത്താ. ഇവിടെ ഞാൻ വേറൊരു വേലക്കാരിയാ. അടുക്കളപ്പുറത്തെ എച്ചിലുകൾ തൂക്കുന്ന വേറൊരു വേലക്കാരി. പക്ഷേ ആ പഴയ കഥയിലെ നായകൻ ഇപ്പോഴും രാജാവായി തന്നെ തുടരുന്നു. നായിക ഒരു മന്ത്രിപുത്രി. ആ സ്റ്റാറ്റസിന്റെയും പത്രാസിന്റെയും 7 അയലത്ത് വരാൻ പോലും ഈ പാവം വേലക്കാരിക്ക് എന്ത് യോഗ്യതയുള്ളത്? ചിന്നു, ഇങ്ങനെയൊന്നും പറഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. എന്റെ ജീവശ്വാസമായിരുന്നു നീ. ആത്മാർത്ഥത എന്ന വാക്കിന് മുകളിൽ കള്ളങ്ങൾ കൊണ്ട് വലിയൊരു കോട്ട പണിത ആളാ സാറ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ ഇടയില് കള്ളങ്ങൾക്ക് എന്ത് സ്ഥാനമുള്ളത്? ഉള്ളു തുറന്ന് സംസാരിക്കുകയും പരസ്പരം സത്യങ്ങൾ പറയുന്നതോ യഥാർത്ഥ സ്നേഹം. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ സാറിനോട് പറയാൻ ഞാനൊരു ഡയറി കുറിച്ച് വെച്ചിരുന്നു. പക്ഷെ എഴുതി തീർന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, സാർ എന്നും എന്റെ മുതലാളിയും ഞാൻ സാറിന്റെ വീട്ടിലെ വേറെ ഒരു തൊഴിലാളിയും മാത്രമാണെന്ന്. നിന്നെ ഞാൻ ഒരിക്കലും ഒരു വേലക്കാരിയെ കണ്ടിട്ടില്ല. നീ എന്റെ കൂട്ടുകാരിയായിരുന്നു. നീ എന്റെ ജീവനായിരുന്നു. ഭാവിയിൽ നീ എന്റെ പെണ്ണായിരുന്നെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നിട്ടാണോ സാറിന്റെ വലിയ വഴിയിലേക്ക് ഇനി ഞാൻ വരില്ല. സാറിനെ കാണുകയോ മിണ്ടുകയോ സാറിന്റെ നിഴല് പോലും ചവിട്ടേയില്ല. ഈ അകലം ഞാൻ മരണം വരെ സൂക്ഷിക്കും. അറിയാതെയാണെങ്കിലും അതിമോഹം കാരണം സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും കരിഞ്ഞു പോയ ഒരു പാവം വേലക്കാരിയുടെ അവസാനത്തെ യാതനയായത്. മുഹൂർത്തം കഴിയുന്നത് വരെ നീ ഇത് ചെയ്തോണ്ടിരിക്കൂ. ചെയ്തിടത്തോളം മതി. എഴുന്നേറ്റ് മാറങ്ങോട്ട്, നാശം പിടിച്ചവള്.
നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓരോ ജോലിക്കും ഇവിടുന്ന് അന്വേഷിച്ചു വരാൻ പറ്റില്ല. ചടങ്ങ് കഴിയുന്നത് വരെ നീ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മാഡം. ജാതകം കൈമാറുന്നതിനായി രണ്ടുപേരുടെയും അച്ഛന്മാർ ഇവിടെ വന്നിരുന്നോളൂ. ജാതകം കൊടുക്കട്ടെ.